പ്രിയ സ്നേഹിതരെ, നമ്മുടെ ശരീരത്തിൻ്റെ ആകൃതി, നമ്മുടെ അവയവങ്ങൾ എത്ര എണ്ണം, അതൊക്കെ എങ്ങനെ പ്രവർത്തിക്കണം എന്നൊക്കെ നമ്മളല്ല തീരുമാനിച്ചത്. നമ്മൾ ജനിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി കൈയും കാലും തലയും ഉടലും ഒക്കെയായി അവയവങ്ങൾ നിറഞ്ഞ ഒരു ശരീരമുള്ളതായിട്ടാണ് നാം ജനിച്ചു പുറത്തു വരുന്നത്, ഇല്ലേ? എന്നാൽ ചിലർക്ക് ചില അംഗവൈകല്യങ്ങൾ ഉള്ളവരുമുണ്ട്. എന്നാൽ സാധാരണയായി എല്ലാ അവയവങ്ങളും അതിൻ്റെ സാധാരണ പ്രവർത്തനങ്ങളും ഉള്ളതായിട്ടാണ് ഒരു കുഞ്ഞ് ജനിച്ചു വരുന്നത്. എന്നാൽ വൈകല്യമുള്ളതോ അവയവങ്ങൾക്ക് പ്രവർത്തനക്ഷമതയില്ലാത്തതോ അല്ലെങ്കിൽ ചില ബലഹീനതകളോ ഉള്ള മനുഷ്യരായും ചിലർ ജനിക്കാറുണ്ട്. അപ്പോൾ ഇതൊന്നും നമ്മുടെ നിയന്ത്രണത്തിൽ അല്ല എന്ന് വ്യക്തം. ശാസ്ത്രം ഇത്രയും പുരോഗമിച്ചു, അല്ലെങ്കിൽ വളരെ പുരോഗമനം ശാസ്ത്രത്തിനുണ്ടായി എന്ന് അവകാശപ്പെടുമ്പോൾ പോലും നമ്മുടെ ശരീരത്തിൻ്റെ ഘടന, അതിൻ്റെ അവയവങ്ങളുടെ എണ്ണം, അതിൻ്റെ പ്രവർത്തനങ്ങളെയൊക്കെ പ്രധാനമായും നിയന്ത്രിക്കുന്നത് നമ്മളല്ല, ദൈവമാണ്. എങ്കിൽ ദൈവം നമ്മെ സൃഷ്ടിച്ചപ്പോൾ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പ്ലാനിലും പദ്ധതിയിലും നമ്മളായി തീരേണ്ടതിന് വേണ്ടി ദൈവം സൃഷ്ടിച്ചപ്പോൾ നടന്ന കാര്യത്തെക്കുറിച്ച് വേദപുസ്തകത്തിൽ വളരെ വ്യക്തമായി ചില കാര്യങ്ങൾ എഴുതി വച്ചിട്ടുണ്ട്. അതൊരു കഥയുടെ രൂപേണ മനസ്സിലാക്കുന്നവരുണ്ട്. എന്നാൽ അതിൻ്റെ കുറച്ചുകൂടെ ആഴമായിട്ട് അത് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും, ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുൻപ് തന്നെ ആകാശവും ഭൂമിയും അന്തരീക്ഷവും എല്ലാം ദൈവം സൃഷ്ടിച്ചതിന് ശേഷമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. നാം മറന്നു പോകരുത്, നമ്മൾ ചിന്തിക്കുന്നത് ദൈവത്തിൻ്റെ രാജ്യവും ദൈവത്തിൻ്റെ ഭരണവും നിയമങ്ങളെക്കുറിച്ചാണ്. അപ്പോൾ ദൈവത്തിൻ്റെ നിയന്ത്രണത്തിൽ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചപ്പോൾ തന്നെ ഭൂമിയും ആകാശവും അന്തരീക്ഷവും സസ്യങ്ങളും മൃഗങ്ങളും ഒക്കെ സൃഷ്ടിച്ചതിന് ശേഷം ദൈവം പറയുക, നമുക്ക് മനുഷ്യനെ സൃഷ്ടിക്കാം എന്ന് പറയുമ്പോഴാണ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യപ്രകാരവും ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. എന്നിട്ട് ദൈവത്തിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു? മനുഷ്യൻ ഭൂമിയിൽ പെരുകണം, എണ്ണത്തിൽ പെരുകണം, അത് കഴിഞ്ഞ് ഈ ഭൂമിയെ നിറയണം, അടുത്തത് ഭൂമിയെ അടക്കി വാഴണം. എന്താ ഈ വാഴുക എന്ന് പറഞ്ഞാൽ? വാഴുക എന്ന് പറയുന്നത് ഭരണം നടത്തുക, നിയന്ത്രിക്കുക, തൻ്റെ നിയന്ത്രണത്തിൽ കൊണ്ടുവരിക എന്നൊക്കെ പറയേണ്ടതിൻ്റെ ആവശ്യം എന്താ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ഏതൊരു വസ്തുവിനെയും നിയന്ത്രിക്കേണ്ട സാഹചര്യം വരുന്നത് എപ്പോഴാണ്? അത് എൻ്റെ നിയന്ത്രണത്തിൽ, എൻ്റെ ഉദ്ദേശ്യപ്രകാരം നടക്കുന്നില്ല, അല്ലെങ്കിൽ നടക്കാതെ ഇരിക്കും എന്ന് എനിക്ക് തോന്നുമ്പോഴാണ് എനിക്കതിനെ നിയന്ത്രിക്കേണ്ടതായി വരുന്നത്. എൻ്റെ ഉദ്ദേശപ്രകാരം നടക്കേണ്ടതിന് വേണ്ടി ഞാൻ ഒരു വസ്തുവിനെ നിയന്ത്രിക്കുന്നു, ഒരു വാഹനത്തെ ഞാൻ നിയന്ത്രിക്കുന്നു, ഒരു മൃഗത്തെ, നമ്മുടെ വീട്ടിൽ വളർത്തുന്ന നായോ പൂച്ചയോ മറ്റേതെങ്കിലും പശുവോ, അതൊക്കെ നമ്മളുടെ ഉദ്ദേശപ്രകാരം അത് നടക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നില്ല എങ്കിൽ നമ്മൾ ബലം പ്രയോഗിച്ചുകൊണ്ടോ നമ്മളുടെ വാക്കിൻ്റെ ഗാംഭീര്യം കൊണ്ടോ നമ്മൾ ശബ്ദം ഉയർത്തി പറഞ്ഞുകൊണ്ടോ അതിനെ നിയന്ത്രിക്കുന്നു. കാറാണെങ്കിൽ സ്റ്റിയറിങ്ങും ബ്രേക്കും ഗിയറിൻ്റെ ഒക്കെ പെഡൽ ഉപയോഗിച്ച് അതിനെ നിയന്ത്രിക്കുന്നു. എന്തുകൊണ്ട്? അത് നമ്മുടെ നിയന്ത്രണത്തിന് കീഴിൽ വരേണ്ടതിന് വേണ്ടി. ഇല്ല, നമ്മൾ കാർ സ്റ്റാർട്ട് ചെയ്ത് ആക്സിലേറ്റർ മാത്രം കൊടുക്കുകയും സ്റ്റിയറിംഗ് പിടിക്കാതിരിക്കുകയും ചെയ്താൽ എന്ത് സംഭവിക്കുന്നു? കാർ ഏതെങ്കിലും ദിശയിലേക്ക് പോകും. അപ്പോൾ ദൈവം മനുഷ്യരെ സൃഷ്ടിച്ചിട്ട് പറയുക, ഭൂമിയിൽ നിങ്ങൾ എണ്ണത്തിൽ പെരുകണം, ഭൂമിയിൽ നിറയണം, എന്നിട്ട് ഭൂമിയെ അടക്കണം. എന്തിനാണ് ഈ ഭൂമിയെ അടക്കുന്നത് എന്ന് പറയുമ്പോഴാണ് വ്യക്തമാകുന്നത്, മനുഷ്യരുടെ നിയന്ത്രണത്തിൽ നിൽക്കാത്ത
ചിലത് ഭൂമിയിലുണ്ട്, അല്ലെങ്കിൽ ഭൂമിയിലുള്ള ചിലത്, ചില വസ്തുക്കൾ, ചില ശക്തികൾ, ചില കാര്യങ്ങൾ മനുഷ്യന്റെ നിയന്ത്രണത്തിൽ അല്ലാതിരിക്കും എന്ന് ദൈവം വ്യക്തമായി മനുഷ്യരോട് പറയുന്നു. ഇതല്ലേ നമ്മൾ ആദ്യം ദിവസങ്ങളിൽ ചിന്തിച്ചത്? അനേക കാര്യങ്ങൾ നമ്മുടെ നിയന്ത്രണത്തിലല്ല എങ്കിൽ ദൈവം എന്താ നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്? നമ്മൾ ഇതിൻ്റെ മേൽ നിയന്ത്രണം എടുക്കണം. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ ചില ഉദാഹരണങ്ങൾ നിങ്ങൾ ഓർക്കുന്നുണ്ടാകും എന്ന് കരുതട്ടെ. സമുദ്രം, തിരമാലകൾ, കൊടുങ്കാറ്റ്, അഗ്നിപർവ്വതം, ഭൂമികുലുക്കം, ഇങ്ങനെയുള്ള ഭൂമിയുമായി ബന്ധപ്പെട്ട ചില ശക്തികൾ, ഗുരുത്വാകർഷണ ശക്തി, ഇങ്ങനെ പലതും നിയന്ത്രിപ്പാൻ കഴിയാതിരിക്കുമ്പോൾ ഇതിനെ നിയന്ത്രിക്കുവാനുള്ള അനുവാദം, അധികാരം ദൈവം മനുഷ്യർ കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം നിങ്ങളുടെ ചിന്തയിലേക്ക് വരട്ടെ. ദൈവം ഇങ്ങനെ വളരെ ശ്രേഷ്ഠമായ പദവി തന്നുകൊണ്ട്, അധികാരം തന്നുകൊണ്ട് നാം വളരണം, നിറയണം, വാഴണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു.